മലപ്പുറം എടവണ്ണ കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിനെതിരെ അപവാദ പ്രചരണം തുടരുന്നതായി ക്ഷേത്ര സംരക്ഷണ സമിതി. ക്ഷേത്രത്തിൽ വയ്ക്കുന്ന ഭക്തിഗാനത്തിനെതിരെ UDF മുദ്രാവാക്യം മുഴക്കിയതിനു ശേഷവും ഈ വിദ്വേഷ പ്രചരണം നടത്തുന്നുവെന്നാണ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നത്. UDF മുഴക്കിയ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ അപലപനീയമാണെന്നും ക്ഷേത്ര കമ്മിറ്റി വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസത്തിൽ ആയിരുന്നു വിജയാഹ്ലാദ പ്രകടനത്തിനിടെ UDF പ്രവർത്തകർ ക്ഷേത്രത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തി രംഗത്ത് വന്നത്. ക്ഷേത്രത്തിൽ വയ്ക്കുന്ന ഭക്തിഗാനം പുറത്തോട്ട് കേൾക്കരുതെന്ന ആഹ്വാനമായിരുന്നു മുദ്രാവാക്യത്തിൽ. അമ്പലത്തിൽ വേണ്ടട്ടോ പാട്ടവിടെ ഉച്ചത്തിൽ വേണ്ടട്ടോ UDF സിന്ദാബാദ് UDF സിന്ദാബാദ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ക്ഷേത്രത്തിനെതിരെ ഇപ്പോഴും അപവാദ പ്രചരണം നടക്കുന്നുണ്ടെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് എടവണ്ണ കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രം. ഈ മലപ്പുറം ജില്ലയിലെ വളരെയധികം മതസൗഹാർദ്ദവും പരസ്പര സാമൂഹ്യ സൗഹാർദ്ദമൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായത് വളരെ ഖേദകരമാണ്, വളരെ അപലപനീയമാണ്. ഒരിക്കലും തുടരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ്. യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാതെ ഒരു വിശ്വാസ സമൂഹത്തിനെതിരെ മാത്രം പ്രതികരിക്കുകയാണ് ചിലർ ചെയ്യുന്നതെന്നും ഭാരവാഹികൾ പറയുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റിയെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനുമാണ് ഈ UDFന്റെ നേതൃത്വം മുന്നോട്ട് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തില് അനാവശ്യമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ച ആളുകളെ തള്ളിപ്പറയുന്നതിന് പകരം ഈ മുദ്രാവാക്യം വിളിച്ച് പ്രകോപനമുണ്ടാക്കിയ ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ സമയമാണിത്. മതപരമായിട്ടുള്ള ഒരു കാര്യവും തെരഞ്ഞെടുപ്പിൽ വരാൻ പാടില്ലാത്തതാണ്. തീർച്ചയായിട്ടും ഇത് ചട്ടലംഘനത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ് ഇന്ന് UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രകോപന മുദ്രാവാക്യം വിളി ഉയർന്ന് 10 ദിവസം പിന്നിട്ടിട്ടും വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ UDF നേതൃത്വം ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനിയും ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ തുടരുകയാണെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി അറിയിച്ചു. സർക്കാർ നിശ്ചയിച്ച നിയമങ്ങൾ പാലിച്ച് മറ്റു ക്ഷേത്രങ്ങളിൽ ഉള്ള പോലെ മാത്രമാണ് ഇവിടെയും ഭക്തിഗാനങ്ങൾ വയ്ക്കുന്നതെന്നും ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു. ജനം, മലപ്പുറം.